എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്വാഗതം പറയുന്ന രണ്ടുപേരും സ്കൂളിലും പ്രീ സ്കൂളിലും പോയേക്കുവാണ്. ഞങ്ങൾ രാവിലെ അവരെ രണ്ടുപേരെയും കൊണ്ടുവിട്ടു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അച്ഛൻ്റെ വണ്ടി കഴുകി. സമ്മറൊക്കെ തുടങ്ങി കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയമാണ്. ഞങ്ങളൊരു ഗാർഡൻ സെൻറ്ററിൽ വന്നതാണ് കേട്ടോ. എനിക്കിത് കാണുന്ന പോലെ സന്തോഷം വേറൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഗാർഡനൊക്കെ ഞങ്ങളൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു. എല്ലാം പുല്ലൊക്കെ വെട്ടി ഞങ്ങൾ കുറേ ചെറിയ ചെറിയ കളയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പറിച്ച് കളഞ്ഞു. അപ്പം ഞങ്ങൾ കുറച്ച് ഗാർഡൻ സാധനം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം, ഫുള്ള് ഫ്ലവേഴ്സാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയമാണ്. അപ്പം ജസ്റ്റ് ക്വിക്കായിട്ട് ഞങ്ങളൊന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി പൂക്കളാണ് വെച്ചു. അതേ പൂക്കളും ചെടികളും കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുന്ന ഒരാളെ കണ്ടോ? അതെ, മഞ്ഞളിച്ചല്ല, ചുമന്ന പല കളറുണ്ട്. ചേനെ ഞാൻ അങ്ങനെ ട്രോളി എടുക്കാൻ വിട്ടു. എന്ത് വാങ്ങിക്കാനാണെന്ന് എനിക്കറിയില്ല. അതേ ട്രോളിയൊക്കെ എടുത്ത് വരുന്നുണ്ട്. ഇതൊക്കെ അതേ സ്ട്രോബെറിയാണ് കേട്ടോ. ബീൻസ് കുറച്ചെടുക്കാം അല്ലേ? കുറച്ച് ബീൻസ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കയറ്റി വിടണം, പന്തലൊക്കെ ഇട്ട്. നമ്മൾ മുമ്പേ എടുത്തത് ഗ്രീൻ പീസ് ആയിരുന്നു, അത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് ബീൻസ് ആണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് ബ്രോഡ് ബീൻ എന്നും പറഞ്ഞോണ്ട് നല്ലതാണോ ചേച്ചാ? നമുക്ക് ബീൻസ് മതി. മതിയോ? ബീൻസ് നമ്മൾ ചെയ്ത് സക്സസ് ആയതല്ലേ. ഓക്കെ, മതിയോ? രണ്ടെണ്ണം മതി. ഞങ്ങൾ വേറൊരു ഗാർഡൻ സെന്ററിൽ പോയിട്ടാണ് വന്നത് കേട്ടോ. 3 ട്രേ ബീൻസ് നമ്മളെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലൊക്കെ പോയി നോക്കാം. കുക്കുംബറിൻ്റെ ചെടി നടാനായിട്ട് ചെറിയൊരു പ്ലാൻ. ഒരു തൈ എടുത്തുകൊണ്ട് പോയാലോ? നല്ല കരുത്തുള്ളത് 2 എടുത്തു വെച്ചു. എനിക്ക് തോന്നുന്നു ഈ സൈഡിലിരിക്കുന്നതിനാ കരുത്തെന്ന് തോന്നുന്നു, അല്ലേ? അത് മറ്റേ കൊർഗറ്റ്സ് എന്ന് പറയുന്ന സാധനമാണോ? എന്നാൽ അതെടുത്തു. ഹെൽത്തി ഡയറ്റാണ് ഇപ്രാവശ്യം. ബീൻസ്, കുക്കുംബർ, അതെല്ലാം ഹോം ഗ്രോൺ സാധനങ്ങൾ അല്ലേ, ഓർഗാനിക്. ഞാൻ എല്ലാ പ്രാവശ്യവും തക്കാളി നടാറുണ്ട് കേട്ടോ. പക്ഷേ ഒരു പ്രാവശ്യം മാത്രം ഒരുപാട് തക്കാളി കിട്ടി. പക്ഷേ കാരണം ചെറിയൊരു തണുപ്പ് വന്നാലും ഉണ്ടല്ലോ, ഈ തക്കാളി സർവൈവ് ചെയ്യത്തില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു 2 മൂട് തക്കാളി വല്ലതും ഇപ്രാവശ്യം എടുക്കുന്നുള്ളൂ. കാരണം ഇനിയും വെതർ മാറുകയാണെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. നമ്മുടെ വലിയ ഗ്രീൻ ഹൗസ് കാറ്റത്ത് നശിച്ചു പോയി. ഒരു 2 തക്കാളി എടുത്താലോ എന്ന് ആലോചിക്കുക. ഇത് പല വെറൈറ്റി തക്കാളിയാണ് കേട്ടോ. ഇത് യെല്ലോ കളറ്, ഇത് റെഡാണ്. റെഡാണോ എന്ന് ചോദിച്ചാൽ റെഡാണ്, റെഡ് അല്ലേന്ന് ചോദിച്ചാൽ അല്ല, ഒരു ഓറഞ്ച് കളർ പോലെ. പിന്നെ അതെ, ഇത് ശരിക്കും ഡാർക്ക് റെഡ്. പിന്നെ അങ്ങോട്ട് ഭയങ്കര വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. വലിയ തക്കാളിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് വലിയ തക്കാളി. ഇത് ഇതുപോലെ തന്നെ വരും കേട്ടോ. ഞാനിത് നട്ടിങ്ങനെ വന്നിട്ടുണ്ട്. ഒരു ട്രോളി നിറച്ച് സാധനം എടുത്തു വെച്ചു കേട്ടോ. ഞാൻ പല ടൈപ്പിൽ ടൊമാറ്റോ എടുത്തു. ടൊമാറ്റോ എടുക്കണ്ടെന്ന് വെച്ചതാണ്, പക്ഷേ കണ്ടിട്ട് എനിക്ക് എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് 3 ടൈപ്പിൽ ടൊമാറ്റോ എടുത്തു. നമുക്ക് നട്ട് നോക്കാം. നമ്മുടെ ഗ്രീൻ ഹൗസും പോയില്ലേ. എൻ്റെ കൊച്ചിന് ടൊമാറ്റോ കാണുമ്പോൾ ഇഷ്ടവും സഹതാപമൊക്കെ തോന്നും, അതുകൊണ്ട് എടുക്കാതെ പോകാൻ പറ്റത്തില്ല. ക്യാരറ്റ് നമുക്ക് നോക്കാൻ മുന്നോട്ട് പോയി. ഒരു വിൻറ്റേജ് കാറൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. മോറിസിൻ്റെ പഴയൊരു കാറൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പലവിധ ഇൻഡോർ പ്ലാന്റ്സ്, ചെടിച്ചട്ടികൾ, അതുപോലെ ഗ്രീൻ ഹൗസ്, കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കിളികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൂടൊക്കെ കണ്ടോ. ഞങ്ങൾക്ക് അധികം സാധനമൊന്നും വേണ്ട. ഞങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന 2 ചെടിച്ചട്ടിയിൽ വെക്കാനായിട്ട് 1-2 ചെടി വേണം. അപ്പോൾ അത് വാങ്ങിക്കണം. അത് വാങ്ങിച്ചില്ല. ഇവിടെ എല്ലാം റോസയാണ് കേട്ടോ. ഇത് ഫുള്ള് റോസയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ വരാം. ഇത് പൂത്തിരിക്കുന്ന സമയത്ത് ഭയങ്കര രസമായിരിക്കും അന്നേരം കാണാനായിട്ട്. അന്നേരം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ റോസ് എല്ലാം ഒന്ന് നോട്ടീസ് ചെയ്തോ. അതുപോലെ തന്നെ ഈ കുറ്റി പോലെ നിൽക്കുന്ന റോസ് അവിടെ ആ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയായിരിക്കും. ഞങ്ങളിത് പൂക്കാൻ തുടങ്ങുമ്പോൾ ഒന്നുകൂടെ വരാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിനിയിപ്പം ഈ സമ്മർ കഴിയുന്നവരെ ഗാർഡൻ സെൻറ്ററിൽ കൂടെയുള്ള കറക്കമായിരിക്കും. അങ്ങോട്ടെല്ലാം റോസാണ്. ഇവിടെ ആപ്പിള്, പ്ലം, പെയർ, അങ്ങനത്തെ എല്ലാ സംഭവം ഇവിടുന്ന് അങ്ങോട്ട് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസാണ് ഇവിടെ എല്ലാം. ഞങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാപ്പാടമാണ്, കാരണം ഞങ്ങൾ മിക്കപ്പോഴും വരാറുള്ളതാണ്. ഇത് ആപ്പിളൊക്കെ ഓൾറെഡി പൂത്ത് നിൽക്കുകയാണ്. ഇത് പല വെറൈറ്റി ആപ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് ആ സ്റ്റിക്കർ കണ്ടാൽ അറിയാം അതിൻ്റെ വെറൈറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പെയറുണ്ട് കേട്ടോ. ഇത് ശരി, ഇത് നമുക്ക് ഓൾറെഡി ഉണ്ട്. ഞങ്ങളുടെ ഗാർഡൻ ടൂർ നേരത്തെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. നമ്മുടെ ചെറിയും പൂത്ത് നിൽക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ച് ചെറിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് ഇവിടുന്ന് വിട്ടാലോ വെച്ചാൽ ഇനി അങ്ങോട്ടെല്ലാം കുറേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗാർഡൻ സെൻറ്ററിലേക്കൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ആ പ്ലാന്റ്സ് ഒക്കെ വരുന്നത്. ഇത് കണ്ടോ, ഇത് പെയറാണ്. ഇതിനകത്തെല്ലാം സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് പ്ലം അല്ലേ വെച്ചാൽ? അത് പ്ലമാണ്. പ്ലമ്മാണ്. അപ്പം എല്ലാ ടൈപ്പിലെയും ആപ്പിളുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ. എല്ലാം ഈ സമയം ആകുമ്പോഴാണ്. ഇനിയും കൂടുതൽ സാധനങ്ങൾ വരും കേട്ടോ. ഈ വലിയ മരമൊന്നും കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇല്ലായിരുന്നു അല്ലേ അച്ഛാ? ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ലടാ കുഞ്ഞ്. എനിക്ക് തോന്നുന്നു അവർ പുതിയതായിട്ട് കൊണ്ടുവന്നതായിരിക്കും, പുതിയൊരു വെറൈറ്റി. ഇത് കണ്ടോ, ഇതിനകത്ത് അവർ താമര ആമ്പലും ഒക്കെ ഇട്ടിട്ടുണ്ട്.
അതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ കയറി വരും. ഓൾറെഡി ഇതേ ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഗാർഡൻ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. നമ്മളിപ്പോൾ ആ ഏരിയയിലോട്ട് പോകുന്നില്ല. നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് ചെടികളും പൂക്കളും മാത്രമാണ്. ഇത് ഫുള്ള് കവർ ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ സമയം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കൊച്ചു ദിവസം ഇത് കണ്ടോടാ പൊന്നു, അങ്ങ് അറ്റത്ത് കണ്ടോ, നല്ല അടിപൊളി ഒരു ചെടി, നല്ല ഭംഗിയുണ്ടല്ലേ. ഇതെല്ലാം ഈ ചെടിയുടെ തണ്ട് തന്നെയാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും പിന്നെ വെച്ചിരിക്കുന്നതൊന്നുമല്ല. ആ ചെടി തന്നെയാണ്, അത് വളർന്നു വരുന്നതനുസരിച്ച് അവർ ആ ഒരു ഷേപ്പിൽ ഫോം ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഒരാൾ ജെറേനിയം തപ്പി പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ മുന്നിൽ 2 ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ വർഷവും ജെറേനിയം നടാറുണ്ട്. ഓക്കെ, അപ്പോൾ 2 റെഡ് എടുക്കടാ പൊന്നു. ഓക്കെ, ഇനി വേറൊരു കളറും കൂടെ എടുക്കുക. അത് പിങ്കോ വൈറ്റോ മോന് ഇഷ്ടമുള്ളത് 2 എടുത്തോ. പിങ്ക് എടുത്തോ. വേണ്ട അത് മതി. ഗാർഡനിങ് ഒക്കെ ചെയ്ത് കഷ്ടപ്പെടാൻ വയ്യാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോട്ടിൽ അവർ പലതരത്തിലുള്ള ചെടികളും ഫ്ലവേഴ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം മേടിച്ച് നമ്മുടെ വീടിൻ്റെ മുന്നിലോ അകത്തൊക്കെ കൊണ്ട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതും ഒരു ഓപ്ഷനാണ്. പൂക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ആ ട്രോളി ഇപ്പോൾ നിറയുന്ന സാധ്യതയുണ്ട്. നിറയ്ക്കത്തില്ല? ഓക്കെ, അടിപൊളി. ഞാനിത് പിടിച്ചോളാം. മോനെടുത്തോ. ഈ ട്രോളി എന്നെ ഒന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചവിട്ടി പിടിച്ചിരിക്കുവാണ്. ക്യാമറയും നടനും നടിയും എല്ലാം കൂടെ ഇപ്പോൾ വെള്ളത്തിൽ പോവോ. ഗാർഡൻ സെൻറ്ററിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേനും ഉണ്ടല്ലോ, എല്ലാ തരത്തിലുള്ള ഗാർഡനിങ് എക്യുപ്മെൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. പോകല്ലേ, നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും അടുത്തിറയ്ക്കും അതാണ് ഏറ്റവും അനുയോജ്യം. പിന്നെ അതേ ഇവിടെ ബാർബിക്യൂ സെക്ഷനാണ് ഇവിടെ എല്ലാം. ഇവിടെ എല്ലാം ഇൻഡോർ സാധനങ്ങളാണ് കേട്ടോ. എൻ്റെ കണ്ണ് മഞ്ഞിച്ചിരിക്കുവാണ്. കാരണം നമ്മുടെ വീട്ടിലാണെങ്കിലും കുറേ സാധനങ്ങൾ, ഞങ്ങളുടെ വീട്ടിലൊരു റോസ് ഫ്ലവർ ഒക്കെ ഇരിപ്പുണ്ട്, പ്ലാസ്റ്റിക്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചതെന്ന്. ഞാൻ ഇവിടെ നിന്നാണ് മോസ്റ്റ് ഓഫ് ദ സാധനങ്ങളും ഞങ്ങളുടെ വീട്ടിലത്തേക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ചത്. കാരണം ഇവർക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഭയങ്കര ഹൈപ്പർ റിയലിസ്റ്റിക് ആണ്. ശരിക്കും പലതും കണ്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ആണെന്ന് തോന്നുന്നു അല്ലേ പൊന്നൂസേ? അയ്യോ സത്യം വെച്ചാൽ നമ്മൾ വാങ്ങിച്ചതൊക്കെ എല്ലാം നല്ല രസമുള്ള ഫ്ലവേഴ്സാണ്. ഒരുപാട് നാൾ കഴിഞ്ഞ് പന്നെല്ലാം വാങ്ങിക്കും. ഇതെല്ലാം മോള് തൊട്ട് താഴെ വരെ ക്യാക്ടസ് ആണ് കേട്ടോ. എനിക്കിത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതുകൊണ്ട് തന്നെ ഞാനിത് അങ്ങനെ ഇത് വാങ്ങിക്കാറില്ല. പിന്നെ ഇത് ഒറിജിനലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ അച്ഛൻ, നല്ല രസമുണ്ട്. അത് ഇതെല്ലാം ഒറിജിനലായിട്ടുള്ള ചെടികളാണ്. ഞാനിപ്പോൾ ഇതൊന്നും വാങ്ങിക്കുന്നില്ല, കാരണം എനിക്കിനി വീട്ടിൽ വെക്കാനിടയില്ല. പിന്നെ ഞങ്ങളുടെ കട്ടിലൂടെ പക്കി വെക്കേണ്ടി വരും. ഇതെല്ലാം ഈ മണി പ്ലാന്റ് സാധനങ്ങൾ. ഞാനിവിടെ വെറൈറ്റി ആയിട്ട് ഇന്നൊരു സാധനം കണ്ടത്, നമ്മുടെ നാട്ടിലെ കടലാസ് ചെടി കണ്ടു. ഞാനിതുവരെ അയർലൻഡിൽ വന്നിട്ട് അത് കണ്ടിട്ടില്ല. ഇത് കണ്ടോ, ഈ കടലാസ് ചെടി കണ്ടിട്ടുണ്ടോ? ഇതുവരെ അയർലൻഡിൽ ഇവിടെ വന്നിട്ട് കടലാസ് റോസ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇത് ഫുൾ അങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ്, ഇൻഡോർ ചെടിച്ചട്ടീസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് ഇവിടെ തൂക്കി പിടിച്ച സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒറിജിനൽ ഉണ്ടച്ചാ, പക്ഷേ ഇത് ഒറിജിനൽ പോലെ അല്ലേ, നല്ല ഭംഗിയാണ്. ചിരട്ടയ്ക്കകത്താണ് അത് ചെയ്തിരിക്കുന്നത് ആണല്ലോ, നമ്മുടെ തേങ്ങയുടെ ചിരട്ടയ്ക്കകത്ത് അത് ചെയ്തിരിക്കുന്നത് കേട്ടോ. കസ്റ്റമൈസ് ചെയ്ത് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാറേ അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നല്ല പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ആണ്, അവരുടെ ഓർഡറും സ്ലിപ്പും എല്ലാം അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ട്. അതെല്ലാം മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം നമ്മൾ പണിയെടുത്താലും സാലറി കിട്ടിയാലും തീരാത്തത്ര കടത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അത്യാവശ്യം വന്ന സാധനം മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകാനുള്ള പരിപാടി നോക്കുവാണ്. പക്ഷേ ഇനിയും ഇവിടെ ഒത്തിരി അടിപൊളി സാധനങ്ങളുണ്ട്, ഫ്ലവേഴ്സ്, ഡെക്കറേഷൻസ് എല്ലാം. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എൻ്റെ കൊച്ചു ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അച്ഛൻ്റെ വണ്ടി കാണുമ്പോൾ അതിലും ഹാപ്പിയുണ്ട്. ആണോ? എന്നതായിരുന്നു, ഇനിയും അതിൻ്റെ അകത്ത് അഴുക്കൊക്കെ ഇരിപ്പുണ്ട്. കഴുകിയെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ട് വന്നാൽ മതിയായിരുന്നു ഗൈസ്. എല്ലാവരും ദേ ഗാർഡൻ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങിയേക്കുവാണ്. പേപ്പർ കൊണ്ടുവരും ഇപ്പം പിള്ളേരെ കൊണ്ടുവരാമല്ലോ നമുക്ക്. അതിന് സ്കൂളുള്ള ദിവസമല്ലേ, സ്കൂൾ മുടക്കിയിട്ട് എങ്ങനെയാണ് ഗാർഡൻ സെൻറ്ററിൽ കൊണ്ടുവരുന്നത്? നമുക്ക് വീക്കെൻഡിൽ കൊണ്ടുവരാം അവരെ. അവർ ഭയങ്കര ഹാപ്പിയാവും, വരും. അതെ, ഞാനിത് കൊണ്ടുപോയി ഇതേ ഈ വാങ്ങിച്ച എല്ലാം കൊണ്ടുപോയി ഇന്നൊക്കെ ആയിട്ട് നടും, അല്ലെങ്കിൽ നാളെ ആയിട്ട് നടും. ആ നടുന്നതിൻ്റെ ഒരു വീഡിയോ എനിക്ക് എടുക്കണമെന്നുണ്ട്, നോക്കട്ടെ. അങ്ങനെ കുറേ പേപ്പർ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ സാധനം മേടിച്ച് അവരോട് പറഞ്ഞാൽ മതി, അവർ നമുക്ക് വണ്ടിയുടെ ബൂട്ട് തെളിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പേപ്പർ തരും ഗാർഡൻ സെൻറ്ററിൽ നിന്ന്. അതുമല്ല, ഇത് ചെടിയല്ലേ, ചെടിയുടെ അടിയിൽ അവർ വെള്ളമൊക്കെ ഒഴിച്ച് നിർത്തിയിരുന്നതാണ്. അപ്പോൾ അടിയിൽ കൂടെ വെള്ളം ലീക്കാവുകയും ചെയ്യും. സൂക്ഷിച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ച്
സൂക്ഷിച്ച് വേണം വെക്കാൻ, സൂക്ഷിച്ച്. നമുക്കിതൊക്കെ വേണ്ട അച്ഛാ. നമ്മളില്ലെങ്കിൽ ഡ്യൂട്ടി, വീട്, ഓട്ടം, പാച്ചിൽ ഇത് തന്നെ ആയിരിക്കും. നമുക്കിതൊക്കെ അല്ലേ ഒരു എൻ്റർടൈൻമെൻറ്റ്. അച്ഛനും ഇപ്പോൾ ഇഷ്ടമാണ് ഗാർഡനിങ് ചെയ്യാൻ. പണ്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ എല്ലാം പറക്കി വെച്ചു അല്ലേ? അവരൊന്ന് ബൂട്ട് ലൈനെ പറക്കിയിട്ട് എല്ലാം നമ്മൾ കവർ ചെയ്തൊന്ന് വെച്ചിട്ടുണ്ട്. എന്തിനാ കവർ ചെയ്യുന്നേ? അങ്ങനെ ഞങ്ങളുടെ ഗാർഡൻ സെൻറ്റർ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഞങ്ങൾ വരുന്നത് മിക്കവാറും ഇത് നടുന്ന വീഡിയോ ആയിരിക്കും അല്ലേ? ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് വെക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. ഇനി ഞങ്ങൾ പോകുന്നത് ആഞ്ചലായി വിളിക്കാനാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി 12 മണിയായി. ആഞ്ചലായിക്ക് 12:30 വരെയാണ്. ഇച്ചിരി നേരത്തെ പോയി കളക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആഞ്ചലായി വിളിക്കുക, വീട്ടിൽ പോവുക. അതിനുശേഷം കുറച്ച് കുക്കിംഗ് ഉണ്ട്. അച്ഛനൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട് ഹോസ്പിറ്റലിൽ. അതിനുശേഷം അമേലിയെ വിളിക്കാൻ സമയമാവും. നമുക്ക് ഇനി പുതിയ വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.